ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല യൂട്യൂബറും ബിഗിനറായിട്ട് വരുന്ന പല ആളുകളും ചോദിക്കാറുണ്ട്. ഞങ്ങൾ കൈമാസ്റ്റർ ആപ്ലിക്കേഷനിലുള്ള മ്യൂസിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പല പല ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനദർ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ. ഇതിലൊക്കെ നിങ്ങൾ മ്യൂസിക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ചേഞ്ച് വരുമ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് തന്നെ മ്യൂസിക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം. ഇതിൻ്റെ മുമ്പ് വീഡിയോ ഞാൻ ചെയ്തത് തന്നെയാണ് ഇങ്ങനെയുള്ള മ്യൂസിക് എങ്ങനെ ഉപയോഗിക്കണമെന്ന്. എന്നിരുന്നാലും ഇതിൽ ബീറ്റ വെർഷൻ വരുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാവും. എങ്ങനെയാണ് മ്യൂസിക്കുകൾ തിരഞ്ഞെടുക്കേണ്ടത്, ഇതിൽ പല നിങ്ങളുടെ മൂഡിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്യൂറേഷൻ വേണം, അതുപോലെ എഫക്ട്സ് വേണം, ഇതിലൊക്കെ എല്ലാ ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തേത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഞാൻ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഈ സെറ്റിംഗ്സിൻ്റെ ഈ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും താഴെയായിട്ട് ഈ ഒരു യൂട്യൂബ് ലൈബ്രറി, അതായത് ഓഡിയോ ലൈബ്രറി എന്ന് പറയുന്നുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ഇവിടെ ഓപ്പൺ ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സെർവർ ഡൗൺ ആയതുകൊണ്ടാണ് കുറച്ച് നെറ്റിൻ്റെ. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ലേൺ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന മ്യൂസിക് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ അത് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരുപാട് കുക്കിംഗ് ചാനലായിക്കോട്ടെ, ടെക് ചാനലായിക്കോട്ടെ, അവരെല്ലാം ഇതിലുള്ള മ്യൂസിക്കൊക്കെ വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലോ മറ്റുള്ള അനദർ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് ഫ്രീ മ്യൂസിക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇടാം എന്ന് തെറ്റിദ്ധാരണയുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. ഇത്തരത്തിലുള്ള മ്യൂസിക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിച്ചാൽ, യൂട്യൂബിൽ ഉപയോഗിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടില്ല. അപ്പോൾ ഇതിലും രണ്ട് തരം ഉണ്ട് കേട്ടോ, അത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറഞ്ഞത്. വീഡിയോയുടെ ഫസ്റ്റ് തന്നെ കേട്ടതും പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാനൊരു ഉത്തരവാദിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായും കാണുക. ഇങ്ങനെയുള്ള നോളേജ് പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് തരുമ്പോൾ ഒരു 2 മിനിറ്റ് ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അനദർ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലേൺ മോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കാണാൻ ഉള്ളത്, ഇവിടെ സൗണ്ട് എഫക്ട്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫിൽട്ടർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്നത് ഇവിടെ കണ്ടോ, ഇവിടെ യൂട്യൂബ് ഇവിടെ കണ്ടോ ലൈസൻസ് ടൈപ്പ് എന്ന് പറയുന്ന അവിടെ യൂട്യൂബിന്റെ ചിഹ്നമാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ യൂട്യൂബിന്റെ ചിഹ്നം കാണുമ്പോൾ ഇത് എന്താണ്, നോട്ട് ആട്രിബ്യൂഷൻ റെക്കോർഡാണ്. ഓക്കെ, ഇവിടെ വ്യത്യാസമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫിൽട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫിൽട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ വന്നതിൽ ട്രാക്ക് ടൈറ്റിൽ എന്നുള്ളതിൽ നമുക്ക് ഏത് മ്യൂസിക്കാണോ നമുക്ക് കുറച്ച് മ്യൂസിക്കൊക്കെ അറിയാം. മ്യൂസിക്കിൻ്റെ നെയിം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാക്ക് ടൈറ്റിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മ്യൂസിക് നെയിം അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക് ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. നിങ്ങളുടെ വീഡിയോ എത്ര ദൈർഘ്യമുള്ളതാണ്, എത്ര ഡ്യൂറേഷൻ ഉള്ള വീഡിയോ ആണോ അത്രയും ഡ്യൂറേഷനുള്ള മ്യൂസിക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഡ്യൂറേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു വീഡിയോ ഡ്യൂറേഷൻ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. അത്തരം മ്യൂസിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ വീഡിയോസിന് ഉപയോഗിക്കുന്ന മ്യൂസിക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൂഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എത്തരത്തിലുള്ള മ്യൂസിക് വേണം, ഹാപ്പി ആയിട്ടുള്ളത് വേണോ, സാഡ് ആയിട്ടുള്ളത് വേണോ, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഒരു കാര്യം സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇവിടെ ട്രാക്ക് ടൈറ്റിൽ എന്നുള്ളതിൽ ഞാൻ സ്വാഭാവികമായിട്ട് എല്ലാ വീഡിയോസിനും ഉപയോഗിക്കുന്ന ഒരു മ്യൂസിക്കിൻ്റെ പേര് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. നോട്ട് ഫോർ നത്തിങ് എന്നുള്ള ഒരു മ്യൂസിക്കാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ അപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്നു. കണ്ടോ, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിക് നെയിം അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ മ്യൂസിക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. കണ്ടോ, ഈ മ്യൂസിക്കാണ് ഞാൻ എല്ലാ വീഡിയോസിനും അധികം കൊടുക്കാറുള്ളത്. അതായത് നോട്ട് ഫോർ നത്തിങ്, ഈ ഒരു മ്യൂസിക് അടിപൊളി മ്യൂസിക്കാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരം മ്യൂസിക്കുകൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫിൽറ്ററിൽ ഉള്ള ഓപ്ഷൻ. ഫിൽറ്ററിൽ നമുക്ക് ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനാണ്. വീണ്ടും ഈ ഫിൽറ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ്
ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത്, അതായത് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കണ്ട, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ക്രെഡിറ്റും കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലുള്ള മ്യൂസിക്കുകൾ സെലക്ട് ചെയ്യാം. അത്തരത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബിന്റെ ഈ ഒരു ചിഹ്നം കണ്ടോ, അതാണ് വരിക. അതല്ല നിങ്ങൾ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ, ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ CC എന്ന് എഴുതിയിട്ടുള്ള ഓപ്ഷനാണ് വരിക, കണ്ടോ. ഇവിടെ ലൈസൻസ് ടൈപ്പ് CCI, അതായത് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ CCയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ ഒരു കണ്ടോ, ഇതിവിടെ ഒരു കോപ്പിന്റെ ചിഹ്നമുണ്ട്, അതായത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഒരുപാട് URL-ഉം ലിങ്കുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാണ്ടിരിക്കുകയുള്ളൂ. മ്യൂസിക്കിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്ന പലവരും ഇത്തരത്തിലുള്ള മ്യൂസിക്കുകൾ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ, ഇവിടെ ഇത്തരത്തിലുള്ള മ്യൂസിക് ആട്രിബ്യൂഷൻ റെക്കോർഡിൽ നിന്നുള്ള മ്യൂസിക്കുകൾ ഉപയോഗിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ആട്രിബ്യൂഷൻ റെക്കോർഡ് എന്നുള്ളതിലും മ്യൂസിക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്രെഡിറ്റും കൂടി ഈ കോപ്പി ചെയ്തിട്ട് ആ മ്യൂസിക്കിന്റെ നേരെ തന്നെ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുക, ആ CCയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇത് കോപ്പി ചെയ്യുക, നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുന്നതല്ല. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ CC നോട്ട് ആട്രിബ്യൂഷൻ റെക്കോർഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഫിൽറ്ററിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആട്രിബ്യൂഷൻ നോട്ട് റെക്കോർഡ് എന്നുള്ള ആ ഒരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓരോ മ്യൂസിക്കുകളും സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആട്രിബ്യൂഷൻ നോട്ട് റെക്കോർഡ്, ഇപ്പോൾ ഈ ഒരു യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലൈസൻസ് കണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ യൂട്യൂബിൽ ഇടുന്ന ഏത് വീഡിയോസിൻ്റെയും ഒരു ക്രെഡിറ്റും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ലിങ്കോ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്നോ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആട്രിബ്യൂഷൻ നോട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഈ മ്യൂസിക്കുകൾ സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആട്രിബ്യൂഷൻ റെക്കോർഡ് എന്നുള്ളതിൽ ഒന്നുമില്ല, ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട മാത്രമേ ഉള്ളൂ, ഒരു ക്രെഡിറ്റ് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ക്രെഡിറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മതി, വേറെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ, ഒരുപാട് മ്യൂസിക് നല്ലത് കിട്ടണം, എനിക്ക് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. യൂട്യൂബ് ലൈബ്രറി മ്യൂസിക് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അത്തരത്തിൽ ഒരുപാട് പേര് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള നല്ല നല്ല മ്യൂസിക് മാത്രം എടുത്തിട്ട് അതിൻ്റെ നെയിമോട് കൂടിയിട്ട് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, മ്യൂസിക്കിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നെയിം ഒരു നോട്ടിലോ ഡയറിയിലോ കുറിച്ച് വെച്ച ശേഷം നിങ്ങൾക്ക് ഇതിൽ വന്ന ശേഷം അത് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് അത്തരം മ്യൂസിക് ഉണ്ടോ എന്ന് നോക്കുക. അതെന്താണെന്ന് വെച്ചാൽ നോട്ട് ആട്രിബ്യൂഷൻ റെക്കോർഡാണോ എന്ന് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്രെഡിറ്റ് കൊടുക്കാം, എല്ലാന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആട്രിബ്യൂഷൻ നോട്ട് റെക്കോർഡ് ആണെങ്കിൽ അത് അങ്ങനെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരം മ്യൂസിക്കുകൾ ഇതിൽ സെർച്ച് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ഒരിക്കലും യൂട്യൂബിൽ അത്തരത്തിലുള്ള ഫ്രീ മ്യൂസിക് ആണ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടരുത്. അതെന്താണെന്ന് വെച്ചാൽ പലവരും അവരുടെ വ്യൂസ് വർദ്ധിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ അങ്ങനെ ഇതൊരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അത് തന്നെയാണ് നമുക്ക് പറ്റുന്ന പല അബദ്ധവും. കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ആപ്പായ കൈമാസ്റ്ററിൽ ഒരുപാട് മ്യൂസിക്കുകളുണ്ട്, ഒരു കാരണവശാലും അതും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ പല എഡിറ്റിംഗ് ആപ്പുകളിലും അവർ മ്യൂസിക്കുകൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം അവർ കൊടുക്കുന്നത് അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ഇതിലുള്ള മ്യൂസിക്കുകൾ ഉപയോഗിക്കരുത്. പരമാവധി യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള ഓഡിയോ മാത്രം ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.